താൻ പേടിച്ചു പോയോ? തന്റെ നോട്ടം കണ്ടാ തോന്നുമല്ലോ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. മനഃപൂർവ്വം ചെയ്തതില്ലെങ്കിലും തന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതല്ലേ. എന്റെ അശ്രദ്ധ കൊണ്ടോ? എന്റെ പൊന്നെണ്ണാമേ, നിനക്ക് കണ്ണുണ്ടൂടെ? ഇത് വന്നയാ. എന്തായാലും നേരെ നോക്കി തന്നെ വണ്ടി പിടിക്കണം മിസ്റ്റർ. എടോ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിൽ പോണോ? എവിടെയും പോണ്ട, നല്ലപോലെ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. ഞാൻ കരുതിയില്ല വൺ വേ ആയിട്ടുള്ള ഈ റോഡില് ഒരു ഹെവി വെഹിക്കിൾ നമ്മുടെ നേരെ വരുന്നു. എന്തോ പർപ്പസ്ഫുള്ളി വന്ന പോലെ. ഓ, നമ്മളെ ഇടിച്ചിടാൻ വന്നതായിരിക്കും. നോക്ക്, ഞാൻ ഓൾറെഡി ഇതിനെ കൊണ്ട് വല്ലാതെ ഭ്രാന്ത് പിടിച്ചിരിക്കും. അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി. നീ എന്താ പറഞ്ഞത്? യദുവിനെ കൊണ്ടോ? അപ്പോ നിന്റെ ഈ ദേഷ്യത്തിന് കാരണം അവനാണോ? അവന് കിട്ടിയതൊന്നും മതിയിട്ടുണ്ടാവില്ല. അവനെ വേണ്ട പോലെ കണ്ടേ പറ്റും. ഒന്ന് മതിയാക്ക് സീതു. ഒന്ന് പറഞ്ഞ് രണ്ടിന് വഴക്കിടാൻ പോകുന്ന സ്വഭാവം നിനക്കും കിട്ടിയോ? നീ എന്താ മഹിയാകാൻ ശ്രമിക്കുകയാണോ? അവൻ എന്നോട് പറഞ്ഞതിനെല്ലാം തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. നാണവും മനവും ഒരല്പെങ്കിലും ഉണ്ടെങ്കിൽ അവനിനി എന്റെ പുറകെ വരില്ല. എല്ലാം നീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണമെന്നൊന്നുമില്ല. ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നോട് പറയാൻ മടിയാണെങ്കിൽ വേണ്ട, അച്ഛനോടെങ്കിലും പറയാലോ. ഇനി എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ തന്നോട് തന്നെ പറയാം. സോറി, ഞാൻ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കെ. എന്താ എന്തിനാ ഇവിടെ നിർത്തിയേ? അച്ഛൻ, അത് മഹിയുടെ ബൈക്കല്ലേ? അവനെന്താ അവിടെ? അതൊരു ജ്വല്ലറി ഷോപ്പല്ലേ? അതുകൊണ്ടാ ഞാനും ചോദിച്ചത് അവനെന്താ അവിടെ കാര്യം. മഹി, മഹി, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ ഒരു നെക്ലേസ് വാങ്ങാൻ. നെക്ലേസോ? എന്തിന്? ഒരു ഗിഫ്റ്റ് കൊടുക്കാനാ. ആർക്ക്? താരക്കോ? ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നാൻ? പെട്ടെന്നൊന്നുമല്ല, കുറച്ചായി അമ്മയും സിദ്ധുവൊക്കെ പറയുന്നു അവളെ പുറത്തൊക്കെ കൊണ്ടുപോകാനും എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും. എന്ത് കൊടുക്കുന്ന അറിയാത്തോണ്ടാ ഇതുവരെ ഒന്നും വാങ്ങാതിരുന്നത്. എന്തായാലും ഈ ആയിട്ട് കൊള്ളാം. ഇന്നലെ ഒരു വെസ്റ്റേൺ ഡ്രസ്സിലേക്ക് അവൾ ഒരുപാട് നെക്ലേസ് പെയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്നും അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മാരേജിന് അവളുടെ ഡാഡി വാങ്ങിയതും ഇവിടെ ഞങ്ങൾ വാങ്ങിയതും ഒക്കെ ഗോൾഡ് ജ്വല്ലറീസാ. അതൊന്നും ഇങ്ങനത്തെ ഡ്രസ്സിലേക്ക് മാച്ച് ആവില്ലല്ലോ. അന്നെന്തായാലും എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് താരക്ക് വേണ്ടി ഇന്ന് ഞാൻ തന്നെ വാങ്ങും. നോക്ക്. അമ്മ താര ക്ലാസ്സിന് പോകാൻ തുടങ്ങിയോ? ഇല്ലടാ, നാളെ മമ്മിയുടെ കാലിന് പ്ലാസ്റ്റർ റിമൂവ് ചെയ്യും, എന്നിട്ട് പോകാനും പറഞ്ഞിരിക്കുക. എന്തൊരു പാവാണല്ലോ താര. അവളെ പോലെ അവള് മാത്രമേ കാണൂ. മഹി, നിന്റെ ഭാഗ്യമാണ് അവള്. നിനക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്തിരുന്ന് വിഷമിക്കുന്നതിന്റെ ഇടയിൽ കിട്ടിയതിന്റെ മൂല്യം നീ അറിയാതെ പോകരുത്. ഇല്ലടാ, ഞാനിപ്പോ അങ്ങനെ തന്നെ കരുതുന്നേ. അവളോടുള്ള എന്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയേ തീരും. പക്ഷെ എല്ലാം മറന്നിട്ട് എനിക്കൊന്ന് ഫ്രീ ആവാൻ പറ്റണ്ടേ? വളരെ നല്ല കാര്യം. നിന്റെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്തയെങ്കിലും വന്നല്ലോ. ഒക്കെ ശരിയായിക്കോളും. എനിക്ക് അവളോടുള്ള സമീപനം വളരെ മോശം. അതെനിക്കറിയാം. എല്ലാം മറന്നൊന്ന് ചിരിക്കാൻ പോലും എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. ഇതിന്റെ എല്ലാം ഇടയിൽപ്പെട്ട് താര ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്നു മുതൽ ഞാൻ അവൾക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. മതി, അത്ര മതി. എടാ, അച്ചു ഈ ഷോപ്പ് മുഴുവൻ തരുന്നാലും അവൾക്കൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മഹി, നീ ഒരെണ്ണം എടുത്തിട്ട് വന്ന് ഇതൊരു മടക്ക് പോകുന്നു തോന്നുന്നില്ല. അച്ചു, ഇതെങ്ങനെയുണ്ട്?
ഇത്ര നേരം ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ചേരും. ഇത് പാക്ക് ചെയ്തോളൂ. ഞാനിത് കൊടുക്കുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷമാവും. എന്നിട്ട് വേണം അവളോട് ഒരു സോറി പറയാൻ. ദാ വരുന്നു. മോളോ? ഗുഡ് ഈവനിങ് ആന്റി. ഗുഡ് ഈവനിങ്. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആ ഇല്ല, മോള് വാ, അകത്തേക്കിരിക്കാം. അവനെവിടെ സിദ്ധു? എത്തിയില്ലേ ഇതുവരെ? ഇല്ല. എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? അവനെത്തിക്കോളും. മോളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? വിശേഷിച്ച് എന്തെങ്കിലും? വിശേഷിച്ചൊന്നുമില്ല. മമ്മി ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ എവിടെ വരെ ആയെന്ന്. അന്ന് ആന്റി വീട്ടിൽ വിളിച്ച് ചോദിച്ചത് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ. കോൾ ചെയ്തപ്പോഴും ഞാനൊരു തിരക്കിലായിരിക്കുമ്പോഴാ മോളുടെ കോള് വന്നെ. അപ്പോഴൊക്കെ എനിക്ക് എടുക്കാൻ കഴിയാത്തോണ്ടാ. ദാറ്റ്സ് ഓക്കെ ആന്റി, അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനിപ്പോ മമ്മിയോട് എന്താ പറയണ്ടേ? അപ്പോ അന്നയായുള്ള സിദ്ധുവിന്റെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞുള്ള വരവല്ല. ഇപ്പോഴും അവന് വിവാഹം കഴിക്കാനായി ഇവള് ശ്രമിക്കുന്നു. ഇതില് ഞാനെന്താ പറയാ? ആന്റി ഒന്നും പറഞ്ഞില്ല. അതിപ്പോ ഞാനെന്താ പറയാ? സിദ്ധു അല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത്. മോൾ അവനോട് സംസാരിക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നെ ഞാനെങ്ങനെ? ആന്റി, ആന്റി. ഓ, ആന്റി ഉറങ്ങായിരുന്നോ? ഉറക്കം ശല്യപ്പെടുത്തിയോ ഞാൻ? ഏയ്, മോനെപ്പോഴാ വന്നേ? ഇപ്പൊ എത്തിയതേയുള്ളൂ. സിറ്റ് ഔട്ടിലും കിച്ചണിലൊന്നും ആരും കാണാതായപ്പോ ഇങ്ങോട്ട് വന്നതാ. എന്തായാലും ഇവിടെ ഈ ആളെ കാണാലോ. ഇന്നും കൂടി കിടക്കും. നാളെ ഇതൊക്കെ ഊരി ദൂരെ കളയും. ആഹാ. അല്ല, നീ വരുമ്പോ ദേവങ്കലിനെ കണ്ടില്ലേ? ഇല്ല, ഞാനാരെയും കണ്ടില്ല. താരമോള് വണ്ടി കൊണ്ട് പുറയിലെ പറമ്പിലേക്ക് പോയേക്കോ ഡ്രൈവിംഗ് ഒന്ന് റെഡിയാക്കാൻ. ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. നല്ലതാ ആന്റി, ആരെയും ആശ്രയിച്ച് നിക്കണ്ടല്ലോ. ആ, അല്ല, ദേവാങ്കൽ എവിടെയാ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഓഫീസ് റൂമിൽ എങ്ങാനും കാണും. ആ, എന്നാ ഞാൻ അങ്കിളിനെ കണ്ടിട്ട് വരാം. അങ്കിൾ, ഇതെന്താ അങ്കിള് കണ്ണൊക്കെ നിറഞ്ഞ് മുഖമൊക്കെ ചേർത്തിരിക്കുന്നല്ലോ? അങ്കിള് കരയായിരുന്നോ? പറ അങ്കിളെ, എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറ. എന്താ ഒന്നും പറയാത്തെ? അപ്പോ ഒന്ന് എന്നോട് പറയാൻ കഴിയില്ലായിരിക്കുമല്ലേ? സാരില്ല, എന്നാലും ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. പ്രഭാങ്കൾ ഇപ്പൊ എവിടെയാ? ഒരു വിവരവും ഇല്ലല്ലോ. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവന് വിളിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇക്കാരണത്താൽ താര എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? കുറച്ച് ദിവസമായിട്ട് അങ്കിള് വിളിക്കുന്നുമില്ല, അവളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. അവള് കുറെ മെസ്സേജ് അയച്ചു നോക്കി, അതും മൈൻഡാക്കുന്നില്ല. എന്ത് പറ്റി അങ്കിളിന്? ഞാൻ പറഞ്ഞല്ലോ, അവനെ ഞാൻ അതൊന്നും നോക്കിയിരിക്കാൻ കഴിയില്ല. ഇതെന്താ അവിടെ ഇവിടെ തൊടാതെ ഓരോന്ന് പറയുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പറയാനില്ലേ? എന്തിനാ അങ്കിൾ കരയുന്നേ? ജിത്തു, നമ്മുടെ പ്രഭ പോയടാ. പോയെന്നോ? എങ്ങോട്ട്? ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത യാത്ര പോയി. ലാസ്റ്റ് സ്റ്റേജിലാ അവന്റെ രോഗം ഡയഗ്നോസ് ചെയ്തത്. തന്റെ കാലശേഷം താരമോൾ അനാഥാകരുതെന്ന് കരുതിയ അവസാന നിമിഷത്തിൽ ഇങ്ങോട്ട് വന്നതും മോളുടെ വിവാഹം കഴിപ്പിച്ചതും എല്ലാം. അങ്ങനെയെങ്കിൽ അങ്കിളിന് ഇവിടെ നിന്ന് പോകാതിരുന്നുകൂടായിരുന്നു. അവസാന ശ്വാസം വരെ എല്ലാരും കണ്ട് ഇവിടെ ഇരിക്കായിരുന്നല്ലോ. അത് പറ്റില്ല. മോളിക്കാരൊന്നും അറിഞ്ഞിട്ടില്ല.
അവൻ ഇവിടെ നിന്ന് തിരക്ക് പിടിച്ച് അവിടേക്ക് തന്നെ പോയത് അവന്റെ ഭീകര രൂപം മോള് കാണാതിരിക്കാൻ വേണ്ടിയാ. പെട്ടെന്ന് തന്നെ അവന്റെ രൂപം മാറി ഭയാനകരമായിരുന്നു പിന്നീട്. എന്നാലും നമുക്കിത് ഒരുപാട് കാലം മറച്ചു വെക്കാനൊന്നും കഴിയില്ലല്ലോ. കഴിയില്ലായിരിക്കാം, പക്ഷെ അവന്റെ അവസാന സമയത്തെ രൂപം അവൾ കണ്ടില്ലല്ലോ. അതാണ് അവന്റെ സമാധാനം. ഇനി എന്താ ഞാൻ അവളോട് പറയണ്ടേ? അങ്കിള് വേറൊന്നും അറിയില്ലെന്ന് പറയാം. ജിത്തു, നമുക്ക് അവന് വേണ്ടി ഒരുപാടൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. താരയോ മഹിയോ അല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. അവരൊന്നും അറിയിക്കരുതെന്ന് പ്രഭു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജിത്തു, നീ തന്നെ ഞങ്ങളുടെ മൂത്തമോൻ, നീ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോ ഇറങ്ങോ? താരെത്തുന്നതിന് മുമ്പ് പോണം. അവളെ ഇപ്പൊ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ. ഒത്തിരി ശപിച്ചിട്ടുണ്ട് ഞാൻ. ഡാഡി എന്നോട് ക്ഷമിക്കണം. താര അവളിതറിഞ്ഞ എങ്ങനെ സഹിക്കും? ഡാഡി വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ ഇത്രയും ടെൻഷൻ, അപ്പോ ഇതോടെ അറിഞ്ഞ അവളിതൊന്നും അറിയണ്ട. അങ്കിളുടെ ആഗ്രഹം പോലെ എത്ര ദിവസം കൂടി അവൾ ചിരിക്കുന്നു അത്രയും കൂടി ചിരിക്കട്ടെ. ഞാനായിട്ട് അവളെ ഒന്നും അറിയിക്കില്ല. അതിന് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരൊന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഞാനിതെങ്ങനെ അറിയണ? എനിക്കും ഇതൊന്നും അറിയണ്ട. ജിത്തു, നാളെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. നമുക്കൊരു സഹായത്തിന് സിദ്ധുവിനെ കൂടി കൂട്ടാം. ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. ഒന്ന് മാപ്പ് പറയാനുള്ള അവസരം കൂടി തരാതെയാണല്ലോ ഡാഡി. ആ കുഞ്ഞു മനസ്സിനെ നോവിച്ച് ഇനിയും മതിയായില്ലായിരിക്കും. അതുകൊണ്ടാ വീണ്ടും വീണ്ടും അവക്ക് തന്നെയെല്ലാം. ഞാൻ ഇനിയും എമോഷണൽ ആയിക്കൂടാ. അവള് വന്ന നീ എവിടെ പോയിരുന്നു? ഞാൻ ചുമ്മാ ചോദിച്ചതാ. വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ കണ്ടില്ല, അതാ. എന്താ ഇത്ര നേരത്തെ പോന്നത്? ഞാൻ പുറകിലെ പറമ്പിലുണ്ടായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ നിനക്കൊരു ഇതാ ഇതിലെന്താ? തുറന്നു നോക്ക്. മേലാക്ക് വേർതിരിക്കും. കുളിച്ചിട്ട് വരാം. അതവിടെ വെച്ചേക്കും. ഒന്ന് തുറന്നു നോക്കായിരുന്നു അവക്ക്. എന്താണാവോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നെക്ലേസോ? എനിക്ക് മഹിയേട്ടൻ തരുന്ന ആദ്യത്തെ ഗിഫ്റ്റാ. എന്ത് രസാണ് മഹിയേട്ടനെ പോലെ. പക്ഷേ ഞാനിത് ഉപയോഗിക്കില്ല. എനിക്കിത് വേണ്ട. മഹിയേട്ടൻ എന്നെ അകറ്റി നിർത്തുന്ന പോലെ ഞാൻ ഈ ഗിഫ്റ്റും അകറ്റി നിർത്തുക. സ്വന്തം ഇഷ്ടത്തോടെ ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തരുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിലും ഇതിപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ. ഞാനിങ്ങനൊന്ന് അന്വേഷിക്കുന്നത് കണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയതല്ലേ. ഇനി എങ്ങനെ എന്നോട് ശരിക്കും സ്നേഹം തോന്നി കാണുമോ? ഏയ്, അതിനൊരു ചാൻസും ഇല്ല. ചുമ്മാ ഓരോന്ന് ആഗ്രഹിച്ചു കൂട്ടണ്ട. സിദ്ധു, ഇത്ര വലിയ കാര്യം നടന്നിട്ടെന്താ നീ പോലീസിനെ അറിയിക്കാത്തത്? അവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് നമുക്ക് അറിയണ്ടേ? അതങ്ങനെയൊന്നും ആയിരിക്കില്ലടോ. അല്ലെങ്കിൽ തന്നെ നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മൾ വലിയ ബിസിനസ് മാഗ്നറ്റൊന്നും അല്ലല്ലോ. അതുകൊണ്ടല്ല, വൺ വേയിൽ ഇത്ര വലിയൊരു ട്രക്ക്. അത് നമ്മുടെ ബാഡ് ലക്ക്. പപ്പ പറഞ്ഞ പോലെ അവർ വേണമെന്ന് കരുതി ചെയ്തതൊന്നും ആവില്ല. ശ്രദ്ധിക്കാതെ ആ വഴി കയറിയതാവും. എന്തായാലും ഭാഗ്യവശാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നു, അത് തന്നെ മതി. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് തന്നെ സിദ്ധുവിന്റെ അശ്രദ്ധ കൊണ്ടാ. ഒരുപാട് നേരം കൊണ്ട് ഞാൻ ഇവനോട് നേരെ നോക്കി വണ്ടി ഓടിക്കാൻ പറയുക. ഒരു നിമിഷം കൂടി പഴിച്ചിരുന്നെങ്കിൽ. സിദ്ധു,
നമ്മൾ എത്ര വലിയ ഡ്രൈവർ ആയിരുന്നാലും കാര്യമില്ല, എതിരെ വരുന്നവരും അതുപോലെ ആയിരിക്കണം. എങ്കിലും ഒരു ആക്സിഡന്റ് നമുക്ക് തടയാൻ കഴിയും. അത് ശരി. അപ്പൊ മോന്റെ കണ്ണ് റോട്ടിലോട്ടല്ലായിരുന്നല്ലേ? ഒരുമിച്ച് പോകാൻ വരാൻ ചെയ്യുന്നതുകൊണ്ട് 24 മണിക്കൂർ നിനക്കൊപ്പോൾ ഇവളോട് കാറിന് റൊമാൻസ് കാണിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? അത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാർ ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കണം. അമ്മ ഞാനല്ല, ഇവളാ. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ല്, പോയി കിട്ടുന്നതൊക്കെ മേടിച്ചോ. ഏയ് ഞാനില്ല, അവള് ബാത്റൂമിൽ കയറട്ടെ എന്നിട്ടേ പോകുള്ളൂ. മോള് കാറിന് വന്നോട് പ്രലോഭിപ്പിച്ചു കാണുമല്ലേ? അവക്കിട്ടൊരു പണി കൊടുത്തതാ. അന്ന അവളെവിടെ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ ഒപ്പം നല്ല പയറ് മണിപോലെ ഇവിടെ നടക്കുമല്ലേ. എന്നിട്ട് കാറിനെന്തെങ്കിലും പറ്റിയോ? ഇടിയിട്ടി ആഘാതത്തിൽ വണ്ടിയുള്ള റോഡിന്റെ അരികിലെ പോസ്റ്റിന് അടിച്ചായിരുന്നു. കുറച്ച് പെയിന്റൊക്കെ ഇളകിയിട്ടുണ്ട്. വേറെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. ആ, ഭാഗ്യം കൊണ്ട് അതങ്ങനെ ഒഴിവായത്. എടാ, എന്നാ നാളെ കാണാം. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, അതാ ഞാൻ വിളിച്ചേ. പക്ഷെ നിന്റെ കാര്യങ്ങൾ കേട്ടപ്പോ തൃപ്തിയായി. ആ ശരി. എന്തൊക്കെ അമ്മയോട് പറഞ്ഞ് എന്നിട്ട് എന്റെ മുന്നിൽ മാറി നടക്കാം. ഞാനാണോ തന്നെ എന്നെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ പറയേ. ഞാൻ ഇനിയും ഇങ്ങനൊക്കെ പറയും. എന്നാ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? പറ, നീ എന്ത് ചെയ്യും? നോക്ക്, നീ എന്തിനാ ഇതെല്ലാം എന്റെ തലയിൽ കെട്ടി വെച്ചത്? അമ്മ ഇപ്പൊ എന്നെ കുറിച്ച് എന്താ കരുതിയിട്ടുണ്ടാവാ? അമ്മയുടെ മരുമക്ക് മോനോട് ഭയങ്കര സ്നേഹമാണെന്ന് കരുതും. നിന്റെ ഫോൺ തന്നെയാണ്. പപ്പയാ? എന്തിനാ എനിക്ക്? എനിക്കറിയില്ല, എന്നോടെന്തോ സംസാരിക്കണം. ഹലോ പപ്പ. ഹലോ, മോനെ നീ ഓക്കെ അല്ലേ? അവൾ പപ്പയോടെല്ലാം പറഞ്ഞോ? ഒരു നിമിഷം വിളിച്ചിരുന്നെങ്കിൽ ശ്രദ്ധിക്കണ്ടേ മോനെ. അതിനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോ മക്കളെ ഞാൻ വിളിച്ചത് നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാ. എന്താ ഇപ്പൊ പെട്ടെന്ന്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഒന്നുമില്ല. അതിന് ഇവളെ പറഞ്ഞയച്ചാ പോരെ? വിവാഹം കഴിഞ്ഞ മോനെ കൂട്ടി മോനെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു ചടങ്ങല്ലേ. മോനിവിടെ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല, നാളെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാം. ആ മതി. മോനെവിടെ? ഫോൺ കൊടുക്കാം. അപ്പ സിദ്ധു ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ അവന് ബുദ്ധിമുട്ടാവും. സ്റ്റഡീസ് ഒക്കെ നല്ല തിരക്കിലാ പുള്ളി. എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയാ അപ്പനോട് പുറത്ത് പറയാൻ കരുതിയിട്ടാവും. ഞാൻ എത്തിക്കോളാപ്പ, 2 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. വേണ്ട, മോനെ കൂട്ടിയല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട. മോന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് വന്നാ മതി. അപ്പൊ ശരി മോനെ, വെക്കുവാനേ. ഞാൻ നല്ല തിരക്കിലാ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൂട്ടുകാർക്കൊപ്പം തേരാപ്പാറ നടക്കുന്നതല്ലേ നിന്റെ തിരക്ക്. എന്നാലും എനിക്ക് വരാനൊരു മൂടില്ല. അപ്പം വിളിച്ചതാ, എന്തായാലും പോയേ പറ്റൂ. ഇതാ ഈ പായം തന്നെയാണ് എന്തിനാ എനിക്ക്? ബാൽക്കണി വിരിച്ചു കൊടുക്കാൻ. എനിക്കതൊന്നും വേണ്ട. അപ്പൊ ഇത് തറയിലാണോ കിടക്കുന്നത്? അല്ല, ഞാൻ സെറ്റിയിലാണ് കിടക്കുന്നത്. എന്ത് മുറിക്കകത്തോ? എന്തിനാ ഇപ്പൊ വെച്ച് വെക്കുന്നേ?
ഈ മുറി കിടക്കുന്നതല്ലേ പറഞ്ഞേ, അല്ലാതെ നിന്റെ കൂടെ ബെഡിലൊന്നുമല്ലോ. എന്നാലും പറ്റില്ല, ഓരോ മുറി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാ താൻ പോയി ബാൽക്കണി കിടക്ക്. ഡോ, ഞാനാണ് അവിടെ കിടക്കണ്ടേ? പിന്നെ ഞാനാണോ കിടക്കണ്ടേ? ഇതെന്റെ മുറിയാ. എന്തിന് ഈ വീട് വരെ എന്റെ പേരില്ല. എന്നിട്ട് ഓണറായ ഞാൻ ഈ മഞ്ഞാലത്ത് പുറത്തു പോയി കിടക്കണല്ലേ? എന്നാ എല്ലാ കാര്യങ്ങളും അമ്മയെ കൂടി അരച്ചിട്ട് വേറെ മുറി പോയി കിടന്നു. ആ, അത് നല്ല ഐഡിയ. പിന്നൊരു കാര്യം, നിന്റെ വീട്ടിലേക്ക് വരണോ വരണ്ടേ എന്നുള്ള കാര്യം എനിക്കൊന്ന് നന്നായിട്ട് ആലോചിക്കേണ്ടി വരും. ഒന്ന് നിർത്തുന്നുണ്ടോ? സമാധാനത്തിലൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. നിങ്ങൾക്ക് കിടന്നുറങ്ങിക്കൂടെ? ഇങ്ങനെ വെട്ടമുള്ളപ്പോ ഞാനെങ്ങനെ? തന്നെ അടച്ചാ പോരെ, അപ്പേരിട്ടായില്ലേ? നിങ്ങൾക്ക് നല്ല വശമുള്ളതല്ലേ കണ്ണടച്ചിരുട്ടാക്കാൻ. താര, എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നങ്ങളൊന്നും മഹിയേട്ടനോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. എന്താ നിങ്ങളൊന്ന് കുടിച്ചില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കുടിച്ചൊന്ന് നാലെണ്ണം പറഞ്ഞ് അത് കേട്ട് കരഞ്ഞ് തളർന്നുറങ്ങുമ്പോ മര്യാദക്ക് ഉറക്കം വരായിരുന്നു. സോറി, ഇനി ഞാനിത് ആവർത്തിക്കില്ല. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനെന്തോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് പറയുന്നേ ഉള്ളൂ, അല്ലാതെ. ഞാൻ പറഞ്ഞല്ലോ, ഏട്ടൻ കുടിക്കോ കുടിക്കാതിരിക്കോ ചെയ്യും. ഞാൻ കാരണം ഏട്ടനുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ എത്രത്തോളാണെന്ന് എനിക്കറിയാം. അതൊക്കെ മറക്കാൻ വേണ്ടിയല്ലേ. സാരമില്ല. ഏട്ടൻ കിടന്നോ? ലൈറ്റ് ഞാൻ അണച്ചേക്കാം.